നല്ല വചനം പേജിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ വീണ്ടും വന്ദനം. ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ 110-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നീ മൽക്കീസദേക്ക് എന്ന ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൌരോഹിത്യം അതെന്താണെന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവിടെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: നീ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ്. എന്താണ് ഈ മെൽക്കീസദേക്കിന്റെ ക്രമം? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് മിസ്രയീം രാജാക്കന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ എതിർവിട്ട് അവനെ അനുഗ്രഹിച്ച, അവനോട് സകലത്തിലും 10-1 ദശാംശം വാങ്ങിയ മഹാനായ ഒരു പുരോഹിതനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വായിക്കുന്നത്. 3 ഭാഗങ്ങളിലെ ഈ മെൽക്കീസദേക്കിനെ കുറിച്ചുള്ള വായിക്കുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 14, 110-ാം സങ്കീർത്തനം, എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് മെൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത്. അവനെക്കുറിച്ച് പറയുമ്പോൾ അവന് മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുക. അവന്റെ യാതൊരു വംശാവലി രേഖയും യാതൊന്നും നമുക്കറിയാൻ വയ്യ. മെൽക്കീസദേക്ക് ആരാകുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഇന്റർപ്രിട്ടേഷൻസ് വേദവിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ പൌരോഹിത്യത്തിന്റെ ക്രമം ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ ഓർത്തഡോക്സ് യാക്കോബയ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ വാസ്തവത്തില് അവരുടെ പൌരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ പൌരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ആദ്യ ആചാര്യത്വം കൈക്കൊണ്ട് അഹരോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി. മോശ സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താവ് ശിഷ്യന്മാർക്കും ശിഷ്യന്മാർ നാനാജാതി ആളുകൾക്കും നൽകി എന്നാണ് അവർ വിശ്വസിക്കുകയും പാടുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ? യോഹന്നാനാണോ കർത്താവായ യേശു ക്രിസ്തു പുരോഹിതം കൊടുത്തത്? യോഹന്നാൻ പുരോഹിതനായിരുന്നില്ല. സെക്കരിയ പുരോഹിതന്റെ മകനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ പ്രവാചകനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൌരോഹിത്യം 2 നിലയിലാണ്. ഒന്ന്, അഹരോന്യ ക്രമപ്രകാരം, എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 2, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള അവന്റെ പൌരോഹിത്യം, എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ 2 നിലയിലാണ് നമ്മൾ വായിക്കുന്നത്. അഹരോന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തുവിന് പുരോഹിതനാകാൻ സാധിക്കത്തില്ല. കാരണം ഇസ്രായേലിലെ പൌരോഹിത്യം സംബന്ധിച്ച് യഹൂദാഗ്രഹത്തിൽ ആരോടും ഒന്നും കൽപ്പിച്ചിട്ടില്ല. പൌരോഹിത്യം ദൈവം കൊടുത്തത് ലേവിയാഗ്രഹത്തിലാണ്. ലേവിയുടെ മകനാകുന്ന അഹരോനാണ്. അഹരോന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന പുരുഷ പ്രജകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ന്യായപ്രമാണത്തിന് കീഴിലുള്ള പൌരോഹിത്യം. യേശു ക്രിസ്തു ആകട്ടെ യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. അവന് രാജാവ് എന്നുള്ള പദവിയല്ലാതെ പുരോഹിതൻ എന്നുള്ള പദവിയിലായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഈ പൌരോഹിത്യ ശുശ്രൂഷ എങ്ങനെയാണ് അഹരോനേക്കാൾ ശ്രേഷ്ഠമായി വരുന്നത്? അതിന് പരിശുദ്ധാത്മാവായ ദൈവം ഒരു വിശദീകരണം എബ്രായലേഖനം 5-ാം അധ്യായം നൽകി. ന്യായപ്രമാണപ്രകാരം അർപ്പകനും അർപ്പണ വസ്തുവും 2ആണ്. അതായത് ഒരു പാപിയായ മനുഷ്യൻ പാപപരിഹാരത്തിനായി ഒരു യാഗമൃഗത്തെ കൊണ്ടുവരുന്നു. ആ യാഗമൃഗത്തെ നമ്മൾ വായിക്കുന്നത് പുരോഹിതൻ അതിന്റെ മേൽ കൈവച്ച് പാപം ചുമത്തി അതിനെ അറുത്ത രക്തവുമായി അന്തർമത്തിൽ ചെന്ന് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അർപ്പിക്കുന്നു. അവന് പാപപരിഹാരമുണ്ടാകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ യാഗത്തോളം വരുമ്പോൾ ഇവിടെ അർപ്പക വസ്തു അവനെ അർപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ പുരോഹിതനല്ല, ഈ ലേവ്യ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ലേവ്യ ന്യായപ്രമാണത്തിന് മീതെയുള്ള പുരോഹിതനായിരിക്കേണ്ടതിന്, അഹരോനേക്കാൾ ശ്രേഷ്ഠനായ പുരോഹിതനായിരിക്കേണ്ടതിന് അവൻ അർപ്പക വസ്തുവും അർപ്പണ വസ്തുവും താൻ തന്നെയായി. എന്ന് പറഞ്ഞാൽ താൻ തന്റെ ശരീരം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിച്ചു. അഹരോനേക്കാൾ ശ്രേഷ്ഠനായ പുരോഹിതൻ തെളിയിച്ചു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ പൌരോഹിത്യം അഹരോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മൽക്കീസദേക്കിന്റെ പൌരോഹിത്യമാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിയില്ലാത്ത, ആരവമില്ലാത്ത, അന്തമില്ലാത്ത പൌരോഹിത്യം. മൽക്കീസദേക്കിന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൌരോഹിത്യത്തിന് ആരംഭവുമില്ല, അവസാനമില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് ആരവനോട് എപ്പോൾ പറഞ്ഞോ അന്ന് മുതൽ അവൻ പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്. അത് പറഞ്ഞ ആരാണ്? പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിത്യതയിൽ വെച്ച് തന്നെ പറയുകയാണ്: നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ഒള്ളി ബിഗോട്ടൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒള്ളി ബിഗോട്ടൻ എന്ന വാക്കിന് മോണോ ജനേസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം
ആ പിതാവായ ദൈവത്തോട് തന്റെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിത്യത മുതൽ നിത്യനായ പിതാവിന്റെ നിത്യനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവത്തിന്റെ നിത്യ പുരോഹിതനാണ്. അവന്റെ പൗരോഹിതന് ആരംഭമില്ല, അവസാനമില്ല. അവൻ എന്നേക്കും ദൈവത്തിന് പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നുവെന്നാണ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ സമർത്ഥിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പൗരോഹിതന്റെ രണ്ട് വശങ്ങൾ, അഹരോനേക്കാൾ ശ്രേഷ്ഠ നിലയിൽ ആ യാഗവസ്തുവും യാഗാർപ്പകനും താൻ തന്നെയായി മാറി. അതുപോലെ തന്നെ അപ്പോൾ അവൻ അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യ പദവിയുള്ളവനായി തീർന്നു. എന്നാൽ അതിശ്രേഷ്ഠമുള്ള മഹാപുരോഹിത നിലയിൽ അവന്റെ പൗരോഹിത്യത്തിന് ആരംഭമില്ല, അവസാനമില്ല. അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ്. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു.